ഭിന്നശേഷി കുട്ടികൾക്കായി ഇടുക്കി അടിമാലിയിൽ പണി കഴിപ്പിച്ച ഓട്ടിസം സെന്ററിന്റെ പുതിയ കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. അടിമാലി BRCക്ക് കീഴിലുള്ള ഓട്ടിസം സെന്ററിന്റെ ഭാഗമായിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും വയറിംഗ് ജോലി അടക്കം പൂർത്തീകരിച്ച് കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത് വൈകുകയാണ്. ഭിന്നശേഷി കുട്ടികളുടെ സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങി വിവിധ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനായാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ മുറ്റത്ത് ഓട്ടിസം സെന്റർ പ്രവർത്തിക്കുന്നത്. അടിമാലി BRCക്ക് കീഴിൽ വരുന്ന വിവിധയിടങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കുട്ടികൾ ഈ സെന്ററിലെത്തുന്നു. സെന്റർ നിലവിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സ്ഥലപരിമിതി കണക്കിലെടുത്തായിരുന്നു പഴയ കെട്ടിടത്തോട് ചേർന്ന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചതും 10 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് കെട്ടിടം പണി കഴിപ്പിച്ചതും. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പുതുതായി നിർമ്മിച്ച കെട്ടിടം പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം. ഭിന്നശേഷി കുട്ടികളുടെ സൗകര്യാർത്ഥം അടിമാലിയിൽ 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഏതാണ്ട് 1 വർഷം കഴിയുകയാണ്. ഇതുവരെ അത് തുറന്നു കൊടുക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായിട്ടില്ല. ഇപ്പോഴും സ്പീച്ച് തെറാപ്പി ഉൾപ്പെടെയുള്ള നിരവധി സൗകര്യങ്ങൾ അടിമാലിയിൽ ഇടുങ്ങിയ സൗകര്യത്തിലാണ് ഈ കുട്ടികൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളിതുവരെയായും ഇത് തുറന്നു കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോഴും ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ് ഈ കുട്ടികൾ കഴിയുന്നത്. കെട്ടിടത്തിന്റെ വയറിംഗ് ജോലികളും വരാന്തിയിൽ കൈവരികൾ സ്ഥാപിക്കുന്ന ജോലികളും അവശേഷിക്കുന്നുണ്ട്. 32ഓളം കുട്ടികളാണ് ഈ ഓട്ടിസം സെന്ററിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നത്. ദിവസവും 10ലധികം കുട്ടികൾ സെന്ററിലെത്തുന്നു. കുട്ടികൾക്ക് വേണ്ടുന്ന പരിശീലനം നൽകുന്നതിനൊപ്പം പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നിലവിലുള്ള കെട്ടിടത്തിൽ ഇതിനൊക്കെയും സ്ഥലപരിമിതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പണിയെടുപ്പിച്ച പുതിയ കെട്ടിടം കൂടി വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.